എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇതുപോലത്തെ പ്രിങ്കിൾസിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ രണ്ട് ഭാഗവും നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതിനെ നേർ പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഇനി ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഈ ഒരു ബേസിൻ്റെ സൈസിൽ നമ്മൾ 2 സർക്കിൾസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സർക്കിൾസ് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ 2 സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ സർക്കിളിനെയും കൂടെ നേർപകുതിയായിട്ടൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് 2 പീസായിട്ട് കിട്ടും. ഇനി ഈ 2 പീസിനെയും ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടൊന്ന് ഉള്ളിലും പുറത്തും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിത് തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന രീതിയിൽ അവിടെ ജോയിനായി നിൽക്കും. ഇനി നമ്മൾ വീണ്ടും 2 റെക്റ്റാങ്കിൾ പീസ് കാർഡ്ബോർഡാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റാവുന്ന രീതിയിലാണ് നമ്മൾ 2 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്യുന്നത്. ഇനി ഈ 2 കാർഡ്ബോർഡ് പീസിനെ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു കുഞ്ഞ് സെമി സർക്കിൾ താഴെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഈ 2 പീസും കൂടെ നമ്മൾ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ 2 സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്നുകിൽ പെയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കളർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കളർ പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിങ്ക് കളറും അതുപോലെ ബ്ലൂ കളർ പേപ്പറും വെച്ചിട്ടാണ് ഇത് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ അതുപോലെ ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് കൊടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ പെയിൻറ്റ് ചെയ്തിട്ടൊരു വൃത്തി കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉള്ളിലും കൂടെ ഞാൻ കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 2 സർക്കിൾസ് വരുന്ന ഭാഗത്തും കൂടെ പിങ്ക് കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രോസൺ തീമിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്ലിറ്ററൊക്കെ ആവാമല്ലോ. അതുകൊണ്ട് ഗ്ലിറ്റർ ഗ്ലൂ ഒന്ന് ഇതുപോലെ ഇങ്ങനെ പുറത്തെ കവറിൻ്റെ മേലേക്കൊന്ന് മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രോസണിൻ്റെ ഇമേജസ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്.
ഇനി ഈ ഉള്ളിലത്തെ കാർഡ്ബോർഡ് പീസിന് ഞാൻ പിങ്ക് കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മേലെ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് അതിനെ വാട്ടർ പ്രൂഫ് ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു വൈറ്റ് ബോർഡായിട്ട് യൂസ് ചെയ്യാം. ഇനി കാർഡ്ബോർഡിൽ നിന്ന് കുറച്ച് സെമി സർക്കിൾസ് കട്ട് ചെയ്തിട്ട് ബ്ലൂ പേപ്പറിലൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ പെൻസിൽ ബോക്സിന് ഒരു ഡിവൈഡർ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളുടെ പെൻസിൽ ബോക്സ് ക്ലോസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് മാഗ്നറ്റ് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെൽക്രോ യൂസ് ചെയ്യാം. അപ്പം ഞാൻ വെൽക്രോൻ്റെ 2 പീസ് എടുത്തിട്ട് 2 സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ പെൻസിൽ ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് ഇവിടെ വൈറ്റ് ബോർഡാണ്. അപ്പോൾ മാർക്കറൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും എഴുതി മായ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ബോക്സൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ